Hi guys, എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് വന്നതാണ്. മറ്റൊരു അടിപൊളി കോംബോ മിൽക്ക് ഷേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് നമുക്കും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഒന്നാണ് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. അതുപോലെ തന്നെ ചിക്കു മിൽക്ക് ഷേക്ക്, ചിക്കു ജ്യൂസ്, ഇതൊന്നും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ജ്യൂസും ഷേക്കും ഒക്കെയാണ്. വളരെ പ്രിയപ്പെട്ട ജ്യൂസും ഷേക്കും ഒക്കെയാണ് ചിക്കു ഷേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടിൻ്റെയും ഒരു കോംബോ ചിക്ചോക്ക് മിൽക്ക് ഷേക്കുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അടിപൊളിയായിരിക്കും. ചിക്കുവിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഒരു കോംബോ മിൽക്ക് ഷേക്ക് എങ്ങനെ നമുക്കത് വീട്ടിൽ അടിക്കാമെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ MJ. അപ്പോൾ നമ്മൾ ചിക്ചോക്ക് മിൽക്ക് ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഴുത്ത ചിക്കു എടുത്തിട്ടുണ്ട്. വലിയ ചിക്കു ആണ്, അതുകൊണ്ട് തന്നെ വെറും 2 ചിക്കു മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. കൂടുതൽ ഇടരുത്, വേറെ ടേസ്റ്റായിട്ട് മാറും. ഈ ചിക്കു നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ കാണുന്ന സ്പൂണിന് ഒരു 2 സ്പൂൺ ഷുഗർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തൊലി കളഞ്ഞിട്ടുള്ള ചിക്കു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചോക്ലേറ്റ് ആയിട്ട് ഡയറി മിൽക്കാണ് വാങ്ങിയിട്ടുള്ളത്. 10 രൂപയുടെ ഒരു 3 ഡയറി മിൽക്ക്, 2 മിൽക്ക് ഷേക്കിലേക്ക് 2 ചിക്ചോക്കിലേക്ക് 3 ഡയറി മിൽക്ക് 10 രൂപയുടെ. അത് നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റും നല്ല മധുരമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരം മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇടാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ കോക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, ഞാൻ ഉണ്ടായത് കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂണ്, 1 ടേബിൾ സ്പൂൺ 2 മിൽക്ക് ഷേക്കിലേക്ക്. കൂടുതലായി പോകരുത്, ടേസ്റ്റ് വ്യത്യാസപ്പെടും. ഇനി നമുക്ക് നല്ല കട്ടിയുള്ള കട്ടപ്പാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് ലൂസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഐസ് പാൽ നല്ല കട്ട ആയതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊള്ളി ചിക്ചോക്ക് മിൽക്ക് ഷേക്ക് ഇവിടെ അടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയിലാണ് മിൽക്ക് ഷേക്ക് ഉള്ളത്. അപ്പോൾ നല്ല കട്ടി വേണം, നല്ല തണുപ്പ് വേണം, എങ്കിൽ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ മിഠായിയാണ്, 1 രൂപയുടെ ഒരു മിഠായിയാണ്. പിന്നെ നമ്മൾ ഡയറി മിൽക്കും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് എടുത്തിട്ട് നമ്മുടെ ചിക്ചോക്ക് മിൽക്ക് ഷേക്കിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ വെറുതെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുടിക്കുന്ന സമയത്ത് മിക്സ് ചെയ്ത് കുടിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പീസുകൾ, ചോക്ലേറ്റിൻ്റെ, വൈറ്റ് ചോക്ലേറ്റിൻ്റെയും ബ്ലാക്ക് ചോക്ലേറ്റിൻ്റെയും ഒക്കെ പീസുകൾ കടിക്കുമ്പോൾ നല്ല രസമായിരിക്കും. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഐസ്ക്രീം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഐസ്ക്രീം കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അടിച്ച് പൊട്ടിക്കുക. ഞാനെന്നും ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ MJ. ഗുഡ് ബൈ.